ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. ഓക്കെ, അറിയാമല്ലോ, കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടത് സ്കോട്ട്ലൻഡിലെ കാഴ്ചകളാണ്. സ്കോട്ട്ലൻഡിലെ ഇൻവേർനസ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത്. അപ്പം ഇൻവേർനസിനടുത്ത് ആൽനസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് വില്ലേജ് ഏരിയാസാണ്. അപ്പം ആൽനസിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. കാരണം നമ്മുടെ റൂഫിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ അവിടുന്ന് തിരിച്ച് നമ്മൾ ഇന്ന് പോകുന്നത് ഗ്ലാസ്ഗോയിലേക്കാണ്. സമയം ഉച്ച കഴിഞ്ഞു. കാരണം രാവിലെ നമ്മൾ ഇറങ്ങിയിട്ട് ഇതേ പുറകിലേക്കാണ് വീട്ടിൽ വന്നതാണ്. അവർ ഫുഡൊക്കെ ആയിട്ട് തീറ്റിച്ച് നമ്മളെ വയറൊക്കെ ഫുള്ളാക്കി തന്നിട്ടോ. അപ്പം പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവരെ പരിചയപ്പെടാം. ആക്ച്വലി കാസർഗോഡിലെ ആൾക്കാരാണ്. നമ്മുടെ റൌഫിൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. പരിചയപ്പെടാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഫാമിലി. ഹായ് പറഞ്ഞോ, ഒന്നുകൂടെ ഹായ് പറഞ്ഞേ. റാശി ചോദിക്കട്ടെ എൻ്റെ ഭാഷയിൽ. എല്ലാരും എന്റെ കുടുംബക്കാരന്നെ, മച്ചുച്ചിന്റെ പെങ്ങന്മാരെല്ലാരും ബിസിനസ് ഫുള്ള്. ഇത് കാസർഗോഡാണ്. അതുകൊണ്ടാണ് റാഷിനോട് ചോദിക്കാൻ പറഞ്ഞത്. ഓനെ കുടുംബം എന്നല്ല തള്ളി മറിക്കുന്നതാണ്. അപ്പം ഇതാണ് കുടുംബനാടൻ. പറഞ്ഞോ, പേര് പറഞ്ഞോ. എൻ്റെ പേര് മുഹമ്മദ് ഹുസൈനാണ്. എത്ര വർഷം ഇവിടെ? ഞാനിവിടെ 32 വർഷത്തോളം. എന്നേക്കാളും പ്രായമുണ്ട് കേട്ടോ. ഇവിടുത്തെ വർഷത്തിന് കണക്കിൽ മൂപ്പരുടെ മകനാണ്. പറ പേര് പറ. രമേശ്. യാ ചിക്കു എൻ്റെ മകളാണ്. അല്ല, ഫുള്ള് സിക്കന്ദർ. ആ, ചിക്കു, ഫൈൻ, നല്ല പേരാട്ടോ. ഓക്കെ, വൈഫാണ്. അതെ, എൻ്റെ പേര് റഷാദ് എന്നാണ്, ഭാര്യയാണ്. അത് മനസ്സിലായി. അല്ല, പേരാ നോക്കിയത്. സംഭവം എന്താ വെച്ചാൽ ഇവർ ശരിക്കും കാസർഗോഡാണ്. കാസർഗോഡല്ലേ കാഞ്ഞങ്ങാട്. എൻ്റെ വൈഫ് ഹൗസിൻ്റെ നാട്ടുകാരാട്ടോ. അപ്പോൾ ഇവരെ നമ്മുടെ ഉച്ചയ്ക്ക് വിസിറ്റിന് വന്നതാണ്. അപ്പോൾ നല്ല ഉന്നക്കായും ഒരുപാട് നല്ല നല്ല ഫുഡൊക്കെ കിട്ടി. പിന്നെ നമ്മുടെ വണ്ടിയിലൊക്കെ നിറച്ച് ഫുഡ് ഉണ്ട്. ഞാൻ കാണിച്ചിട്ട് ഇവരെ നമുക്ക് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ശരിക്കും നിങ്ങളാരും ഇവിടെ ജീവിക്കുന്ന എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആ മാക്സിയിലിട്ട് നല്ല കോലം നോക്കിയേ. നിങ്ങൾക്ക് ആർക്കും ഫീൽ ചെയ്യുന്നുണ്ടോ ഇവർ ഇവിടെ ജീവിക്കുന്നത്? നാട്ടുകാരെ പോലെ തന്നെ ഇല്ലേ? സെയിം സ്ലാങ്, അതേ ഭാഷ. ഇത്ര വർഷമായിട്ട് ഇംഗ്ലീഷ് ആക്സെന്റ് ആവുകയെ മലയാളം ഒന്ന് ബ്രോക്കൺ ആവുന്നില്ല. ആ, ഇവന് മാത്രമേ മാത്രമേ വരാണ്ടുള്ളൂ. അല്ല, ബാക്കിയെല്ലാം ശരിയാകുന്നുണ്ട്. ഞങ്ങൾക്ക് ഇത് നാട് പോലെ തന്നെ കുറെ നാളായല്ലേ ഇവിടെ. എന്ത് പറയാനുള്ള ഇവിടെ UK ജീവിക്കുമ്പോൾ, സ്കോട്ട്ലൻഡിൽ ജീവിക്കുമ്പോൾ എന്ത് തോന്നുന്നു എല്ലാവരും? ഓക്കെ, ഒരു പ്രശ്നങ്ങളില്ല, എല്ലാം നല്ല ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതില്ല, വളരെ സുഖമാണ്. ബിസിനസ്സും കാര്യമൊക്കെ നന്നായി പോകുന്നു. എന്താ ബിസിനസ്? എന്താ? എൻ്റെ ഒരു ഇന്ത്യൻ ടേക്കാണ്. റെസ്റ്റോറൻറ്റ്സിൻ്റെ ടേക്ക് അവേ. യാ, നല്ല രീതിയിൽ കച്ചവടം കാര്യമൊക്കെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പോകുന്നു. നല്ല വായു, നല്ല വെള്ളം, നല്ല ഫുഡ് അല്ലേ? വേറെന്താ പറയുക, നമ്മൾ മലയാളികളോട് എന്തെങ്കിലും പറയണ്ട? UK വരാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മലയാളികളോട് എന്തെങ്കിലും, ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട്? നിങ്ങളിപ്പോൾ മോസ്റ്റ്ലി ഞാൻ കണ്ടൊരു എക്സ്പീരിയൻസ് മൂപ്പറാണ്. ഏറ്റവും ലോങ്ങസ്റ്റ് ഇയർ മൂപ്പറാണ്. 32 years ആയി. അപ്പോൾ അതാണ് ചോദിക്കുന്നത്, എന്താ പറയുക? അൽഹംദുലില്ലാ, ഇവിടെ കുഴപ്പമൊന്നുമില്ല. നല്ല ജനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ നല്ല ഇതാണ്. അവരെല്ലാവരും കോപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെ ഒരു റേസിസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. അതിലൊക്കെ നമ്മൾ വളരെ സുഖമാണ്. ഇത് ഇവരുടെ നെയ്ബറാണ് അവിടെ. ഇത് നെയ്ബറുടെ വീടാണ്. ഇവിടുത്തെ ഇംഗ്ലീഷാണ്. വന്ന് എന്നോട് ഒരുപാട് സംസാരിച്ചിട്ടൊക്കെ അവർ പോയിട്ട്. ഇപ്പോൾ നിലവിൽ അല്ല, ഞാനിവിടെ വരുമ്പോൾ ടു ബി ഓണസ്റ്റ് അങ്ങനെ കേട്ടിട്ടുണ്ട്, റേസിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒന്നൊക്കെ എനിക്ക് ഫീൽ ആയിട്ടൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതുവരെ ഈ 32 വർഷത്തിൽ ഇതിൽ അങ്ങനത്തെ ഒരു സാധനം ഞങ്ങൾക്ക് ഇവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഹാപ്പി, എല്ലാവരും ഹാപ്പി അല്ലേ? ഏതായാലും അടിച്ചു പൊളിക്ക്, എൻജോയ് ചെയ്യ്. എന്താ പറയുക? ഓക്കെ, അപ്പോൾ നമുക്ക് വിടാം. നേരെ ഗ്ലാസ്ഗോയിലേക്കാണ്. എവിടെ പോകുന്നതിലേക്ക് വേറെ എവിടെ ലൊക്കേഷൻ എന്താണ്? പിന്നെ ഹാരി പോട്ടറിൻ്റെ മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ഉണ്ട്. നമ്മൾ ട്രൈ ചെയ്യും. കാരണം അവിടെയും level 2 ആണ്. എനിക്ക് തോന്നുന്നില്ല അവിടെ എൻട്രൻസ് കിട്ടുന്നു. നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടോ, ഒരുപാട് സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ പല കാഴ്ചകളും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. കാരണം മനഃപൂർവ്വമല്ല, നമുക്ക് അവിടെ എൻട്രൻസ് കിട്ടാത്തൊരു സീൻ ഉണ്ട് കേട്ടോ. അത് കുറച്ച് കഷ്ടപ്പെടണം. അപ്പം അതുകൊണ്ട് മാത്രമാണ്. നമുക്ക് ഏതെങ്കിലും ഗ്ലാസ്ഗോയിലേക്ക് വിടാം. ഇവിടുന്ന് ഗ്ലാസ്ഗോയിലേക്കുള്ള കാഴ്ചകൾ, റോഡ് ട്രിപ്പിൻ്റെ കാഴ്ചകൾ മെയിനായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഇൻവേർനസ് എന്ന സിറ്റിയാണ്. കാരണം ഈ ഹൈലൻഡ് ഏരിയയിൽ ഇപ്പോൾ നമ്മൾ എഡിൻബ്രോന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ഇൻവേർനസ് ആണ് മെയിൻ സിറ്റി എന്ന് പറയുന്നത്. ഇവിടെ അങ്ങോട്ടേക്ക് ഇതെല്ലാം ഗ്രാമപ്രദേശങ്ങളാണ്. ഇവിടെ എയർപോർട്ട് ഉണ്ട്, അവിടെ സ്റ്റേഡിയങ്ങളുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടുന്ന് ലണ്ടനിൽ പോകാനും വരാനൊക്കെ ഇവിടുത്തെ എയർപോർട്ടാണ് കുറച്ചും കൂടി നമുക്ക് ഹെൽപ്പ് ആകുന്നത്. സോ ആ ഒരു ഇൻവേർനസ് സിറ്റിയുടെ ഉള്ളിലൂടെ പോകുന്നത് കണ്ടോ. ഇവിടെ അതും കുറച്ച് മാറി ബിൽഡിങ്സ് ഒക്കെ വരാൻ തുടങ്ങി രണ്ട് സൈഡും. അപ്പോൾ ഞാൻ ജസ്റ്റ് എവിടെയെങ്കിലും നിർത്തിയിട്ടൊന്ന് ജസ്റ്റ് ഇതിൻ്റെ സ്ട്രീറ്റ് വ്യൂ ഒന്ന് ഞാൻ കാണിച്ചില്ല കേട്ടോ. സംഭവം ഇവിടെ ഭയങ്കര കളർഫുൾ ആട്ടോ. കാരണം ഞാനിപ്പോൾ കുറച്ച് പേര് നിൽക്കുന്നത്, എനിക്ക് ചുറ്റും ഭയങ്കര കളർഫുൾ കാഴ്ചകളാണ്. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേ ആണെന്നുള്ള ഒരുപാട് ആൾക്കാർ പുറത്തിറങ്ങുന്നുണ്ട്. പിന്നെ ഈ ഇവിടുത്തെ കൾച്ചർ വെച്ചിട്ട് സാറ്റർഡേ നൈറ്റ് എന്ന് പറഞ്ഞാൽ പാർട്ടി ഡേയ്സാണ്. അപ്പോൾ എല്ലാവരും പബ്ബിലും ക്ലബ്ബിങ്ങിനൊക്കെ പോകുന്ന സമയമായിരിക്കും.
ഈ ഹൈലാൻഡിൻ്റെ ഏറ്റവും മെയിൻ സിറ്റിയാണ് നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്നത്, മറന്നു പോകരുത്. ഇൻവേർണസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ സ്കോട്ട്ലാൻഡിൽ തന്നെ ഇപ്പോൾ ഗ്ലാസ്കോ അല്ലെങ്കിൽ പിന്നെ എഡിൻബർഗ് ഒക്കെ പോലെ തന്നെ ഒരു സിറ്റിയാണ് ഈ പറഞ്ഞ ഈ ഒരു ഇൻവേർണസ് എന്ന് പറഞ്ഞത്. മലയാളീസാലും കുറേ ഉണ്ട്, അത്യാവശ്യത്തിന് മലയാളീസാലും ഇന്ത്യക്കാരൊക്കെ ഉള്ള ഒരു സിറ്റിയാണ്. ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാളുകളാണ് കേട്ടോ. ഇവിടെ ഓരോ സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്റ്റാളുകളാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ഈ ലിക്കറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്കോട്ട്ലൻഡിലാണ്. സ്കോട്ട്ലൻഡിൽ ഒരുപാട് പിന്നെ ഈ വിസ്കി അല്ലെങ്കിൽ വൈൻസിൻ്റെ ഒക്കെ യാർഡ്സ് ഉണ്ട്. പക്ഷേങ്കിൽ ഈ കൊറോണ ആയതുകൊണ്ട് നമുക്ക് എവിടെയും ഡിസ്റ്റിലറീസ് ഉണ്ട്, നമുക്ക് എവിടെയും നമുക്ക് എൻട്രൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ആളുകളൊക്കെ എടുത്തു പോയി, കാരണം 4 മണി നമുക്ക് ഇതൊക്കെ പൂട്ടിയിട്ട് പോകും. അതാണ് അതിൻ്റെ ഒരു ഇത്. ഈ കൊറോണ ആയതുകൊണ്ട് ശരിക്കും നല്ല പണിയാട്ടോ കിട്ടുന്നത്. എവിടെയും ഒരു ട്രാവൽ സ്പോട്ട് ഓപ്പൺ ആകുന്നില്ല, ട്രാവൽ ഡെസ്റ്റിനേഷൻസ് ഓപ്പൺ ആകുന്നില്ല, കടകളൊക്കെ ക്ലോസ് ചെയ്യിപ്പിക്കും, നമുക്ക് ടൈമിങ് പറ്റുന്നില്ല. രാവിലെ എണീറ്റാൽ സൂര്യൻ ഉണ്ടാവില്ല, 10 മണിയാകുമ്പോൾ സൂര്യൻ നല്ല പ്രകാശം വന്ന് അപ്പോഴത്തേക്ക് 4 മണി നമുക്ക് ഷോപ്പുകൾ ക്ലോസ് ചെയ്യുന്നത്. ഓടി 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 ഒരു പണ്ടാരടങ്ങും. ഇവിടെ ഫ്രീ ആയിട്ട് സംഭവം ക്രിസ്ത്യാനിറ്റീനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടില്ല ബ്രോ, ക്രിസ്ത്യാനിറ്റിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി. അതെ. അപ്പോൾ ഇവരുടെ പരിപാടി എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ആ ഒരു ക്യാമ്പയിൻ്റെ വീഡിയോ കാണിച്ചു തന്നു. 2 ആളൊക്കെ ഇങ്ങനെ ക്രിസ്ത്യൻ മതത്തിലേക്ക് ആളുകൾ ആകർഷിക്കാൻ വേണ്ടി അവർ അതിനെപ്പറ്റി മതപ്രബോധനം, മതപരിവർത്തനം നടത്തുന്നത്. അപ്പോൾ ഇവിടെ ഇവർ ചെയ്യുന്നത് വെച്ചാൽ ഇവർ സൗജന്യമായിട്ട് നമുക്ക് ചായയും കോഫിയൊക്കെ തരും. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം, കോഫി കുടിക്കാം, ചോക്ലേറ്റ്സ് തരും. ഇതൊക്കെ കഴിച്ച് ചായയും കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം അവർ പറയുന്നത് നമുക്ക് കേൾക്കാം, താല്പര്യം കേൾക്കാം, അല്ലെങ്കിൽ ചായ കുടിച്ചിട്ട് പോകും. എന്തോ സൗജന്യമായിട്ട് ഒരു ഭക്ഷണം തരുന്നുണ്ട്. നമുക്കൊന്നുമില്ല ഇവിടെ വന്ന് ചായ ഈ റോഷൻ ഇപ്പം കണ്ടോ പരിവർത്തനത്തിൻ്റെ കാര്യങ്ങൾക്ക് റോഷൻ താല്പര്യമില്ല. മൂപ്പർ എന്തെങ്കിലും വെച്ചാൽ അത് കേട്ടിരുന്ന് പിന്നെ ചായ ഒക്കെ കുടിച്ച് പോകുന്നുണ്ട്. Scotland since I was born. ഇവിടെ ഫ്രീഡം ഉണ്ട് എല്ലാവർക്കും. What languages do you guys speak? Malayalam, South Indian language. Right. You know Malayalam? You've been to India? I don't. I've been to Sri Lanka, and Sri Lanka is a totally different language. In Punjabi and Hindi, I think. Hindi. Hindi, yeah. We can understand Hindi, yeah. Hindi. Yeah. Let me see if I something. Yeah. നല്ല മനസ്സിലാട്ടോ, എന്തോ ആയിക്കോട്ടെ, ഒരു യഥാർത്ഥ വിശ്വാസിയാണ്, കാണും മനസ്സിലാവുന്നുണ്ട്. Hindi. There we are. That's for you. That's free. Hindi goes. ഇതിന്റെ ഹിന്ദി ബൈബിളിന്റെ is a Bible, isn't it? It's part of the Bible. Part of the It's a book from the Bible called the Book of John. Okay. Book of John. The Book of John. Yeah, John was the man who wrote it. Okay. And it's free. So you take that. That's a gift. That's a gift. ഇത് പ്രിന്റ് ചെയ്ത സ്ഥലം ഇറങ്ങി ചെന്നൈ. അതിലുണ്ടല്ലേ? പ്രിന്റ് ചെയ്ത സ്ഥലം ചെന്നൈയാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർ. അടിപൊളിയാട്ടോ. Thank you. Thanks for your time. Yeah. Thank you. Right. Thank you so much. See you guys. God bless you. Thanks for stopping. God bless. Yeah. സംഭവം ഞാനൊരു കാര്യം പറയട്ടെ, മൂപ്പര് യഥാർത്ഥ സത്യവിശ്വാസിയാണ്. കാരണം മൂപ്പര് ആരും ഉപദ്രവിക്കുന്നില്ല. അഫ്കോഴ്സ് മത പരിവർത്തനം നടത്തുന്നുണ്ട്, പക്ഷേ മൂപ്പര് ആരും പ്രഷറൊന്നും ചെയ്യുന്നില്ല, തള്ളുന്നൊന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചായ കുടിച്ചിട്ട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കേട്ടാൽ മതി. നമുക്ക് അതിൽ നിന്ന് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, അവർ പറയുന്ന അവരുടെ ദൈവത്തിനെ പറ്റി കേട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മാത്രം ആ മതത്തിലേക്ക് നമ്മൾ ചേർന്നാൽ മതി. അല്ലാതെ ഒരിക്കലും മൂപ്പര് ഫോഴ്സ് ചെയ്യുന്നില്ല. രണ്ടാമത് ഒരു തരത്തിലും മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്നില്ല. യഥാർത്ഥ മതവിശ്വാസി എന്ന് പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ ഓഫ്ലൈനിലായിക്കോട്ടെ ഒരാൾക്കും ഉപദ്രവം ചെയ്യാതെ സ്വന്തം മതത്തിൽ വിശ്വസിച്ച് അതിലുള്ള നിയമങ്ങളൊക്കെ പാലിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തിയായിരിക്കും. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് നന്നാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആധുനിക കാലഘട്ടത്തിലെ മത നേതാക്കന്മാരും ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെയാണ് പല മതങ്ങളെയും വളച്ചൊടിച്ച് അക്രമത്തിൻ്റെ വാതിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു മതങ്ങൾ പോലും ആക്രമിക്കാൻ വേണമെന്ന് പഠിപ്പിക്കുന്നില്ല കേട്ടോ, ആക്രമിക്കണം എന്ന് പറയുന്നില്ല. അപ്പോൾ ഇസ്ലാം മതം ആയിക്കോട്ടെ, ക്രിസ്ത്യാനിറ്റി ആയിക്കോട്ടെ, മറ്റു മതങ്ങളെ ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെയാണ് പറയുന്നത്. പക്ഷേ എന്നാലും കാലങ്ങൾ മാറുമ്പം ആ ഒരു കാലഘട്ടത്തിലെ നേതാക്കളാണ് ശരിക്കും ഇതുപോലുള്ള കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. വേറെ കോമഡി എന്ന് വെച്ചാൽ ഷെറിമോൻ്റെ നാടാണിത്. അപ്പം ഓനെ നമ്മളെ പിടിച്ചിട്ട് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി കാണിക്കുന്നില്ല. അതുപോലെ ഇപ്പം കണ്ടോ ഈ വീഡിയോയിൽ എല്ലായിടത്തും കാണുന്ന ആൾക്കാരോടൊക്കെ ഹായ് ബായ് പറഞ്ഞു. ഓനിപ്പം നമ്മുടെ നാട്ടിൽ പോയി അവസ്ഥ പോനിക്കിടാം. ഇത് ആടെ ഒരു പെണ്ണിനോട് വർത്താൻ പറഞ്ഞ് നിൽക്കുന്നുണ്ട് ഈ ഷോപ്പിനുള്ളിൽ. ഓൻ്റെ നാടാണിത്. അപ്പോൾ ഇവിടെ ഓനിക്ക് ഒരുപാട് വർഷം ജീവിച്ചില്ല. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ഓനിക്ക് പരിചയമുണ്ട്. പിന്നെ നല്ല രസമാട്ടോ, അതാണ് ഓന് നമ്മൾ പിടിച്ചിട്ട് നിർത്തിക്കുന്നത്. അതുപോലെ ഈ സിറ്റിന് നടുവിലായിട്ട് ഇങ്ങനെ ഒരു പുഴയുണ്ട്, റിവർനെസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിവിടെ ഇങ്ങനെ ആഴമൊന്നുമില്ല, കാരണം അവിടെ വെള്ളങ്ങളൊക്കെ ഇങ്ങനെ കല്ലിനിട്ട് തെറിക്കുന്ന കേട്ടോ, ആഴമൊന്നുമില്ല കേട്ടോ. ഒരുപാട് പാലങ്ങളൊക്കെ ഉണ്ട്. ഇത് സീഗൾ എന്ന് പറഞ്ഞ പക്ഷി ഇവിടെ കിടക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോൺ ഷൂട്ട് ടെസ്റ്റ് ചെയ്യാൻ കാണിച്ചു കേട്ടോ.
മനോഹരമായ കീപ്പ് ആൻഡ് കാമായിട്ടൊരു ലൊക്കേഷൻ. പിന്നെ വേറെന്ന് വെച്ചാൽ ഒരുപാട് കറങ്ങുമ്പോൾ മടുത്തു. കാരണം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് പച്ചപ്പ് ഒരേപോലത്തെ കുറേ കോട്ടകൾ, ഒരേപോലത്തെ കുറേ പള്ളികൾ, ഒരേപോലത്തെ കുറേ ബിൽഡിങ്സ്, ഒരേപോലത്തെ കുറേ മനുഷ്യന്മാർ. അധികമായാലും അമൃതും വിഷം എന്ന് പറഞ്ഞില്ല, അതുപോലെ തന്നെ ഇട്ടത് നമ്മൾ ഒരേ കാഴ്ചകൾ തന്നെ കണ്ടുകൊണ്ടിരുന്ന് നമുക്ക് വേഗം മറുത്തു. എന്താ പറയുക, പിന്നെ ഇവിടെ ഒരു കാസ്റ്റിലൊക്കെ ഉണ്ട്, അതൊക്കെ ക്ലോസ് ആണ്. ഞാൻ ഇപ്പോൾ ഡ്രോൺ ഷോട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു കാസ്റ്റിൽ, ഒക്കെ ക്ലോസ് ആട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഗ്ലാസ്ഗോയിലേക്ക് പോകാണ്. ഇതെല്ലാം സംഭവം കൊറോണ ആയതുകൊണ്ട് പൂട്ടിയോണ്ട് പ്രത്യേകിച്ച് അധികം കാഴ്ചകളും കാണിക്കാൻ പറ്റുന്നില്ല. വേറെ ഒരു സങ്കട വാർത്തയുണ്ട്. കാരണം നമ്മുടെ ഷെറിമോനും അതുപോലെ നമ്മുടെ റാഷിയും വിലാവല്ല, രണ്ടാളും തിരിച്ച് ലണ്ടനിലേക്ക് പോക്കാണ്. റീസൺ വെച്ചാൽ റാഷിക്ക് അവിടെ വാക്കുണ്ട്, ഷെറിമോന് ജോലിയുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 7 ദിവസമായി നമ്മുടെ കൂടെ. അപ്പൊ ഇവർ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകും കേട്ടോ. അപ്പം സമയം ഒരു 6 മണിയായി. വെയില് ആകാശം ഇപ്പോൾ ഉണ്ട്, വെളിച്ചം പോയിട്ടില്ല. നമുക്ക് ഗ്ലാസ്ഗോ ഇവിടുന്ന് എത്ര 3 മണിക്കൂറല്ല ബ്രോ ഉള്ളത്? ഇവിടുന്ന് 3 മണിക്കൂർ. ഇവിടെ കൊടുത്തിട്ട് 1.61 മൈലാണ്. ഏകദേശം ഒരു 3 മണിക്കൂർ ഇവിടെ ദൂരമാണ് കേട്ടോ. സംഭവം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു മണം വരുന്നുണ്ട് വണ്ടീൻ്റെ ഉള്ളിൽ. നോക്കുമ്പോൾ വണ്ടീൻ്റെ ഉള്ളിൽ എന്തോ പുക വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തുനിന്നായിട്ട് ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ പുക വരുന്നുണ്ട്. അത് നല്ല കരിഞ്ഞ മണം. അപ്പോൾ നമ്മൾ നിർത്തി. ഇതേ അപ്പം മൂപ്പറി ഇപ്പോൾ വന്നിട്ട് ആരെ വിളിക്കുന്നത്? റിക്കവറി ടീമിനാണ് മൂപ്പറി ഇപ്പോൾ കോൺടാക്ട് ചെയ്യുന്നത്. മെക്കാനിക്സ് വന്ന് ഫുള്ള് ചെക്ക് ചെയ്യും. അവർ വന്നിട്ട് ചെക്ക് ചെയ്തോളും. ഉദ്ദേശം നമ്മളിപ്പോൾ വിളിച്ചാൽ എത്ര സമയം കൊണ്ട് എത്തും? നമ്മളിപ്പോൾ മെക്കാനിക്കിനെ വിളിച്ചിട്ട് ഇപ്പോൾ 1 hour എടുക്കും. 1 hour നമ്മളിവിടെ പോസ്റ്റ് ഇടും. അവിടെ പുകയുണ്ടെങ്കിൽ പുകയിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ അതിനിടയിൽ നമ്മളിത് ഓപ്പോസിറ്റ് അവിടെ ഒരു ക്യാഷിലുണ്ട്. ആ ക്യാഷിലെടുത്തു. എന്താ പറയുക, അതിൻ്റെ ഡീറ്റെയിൽസ് എന്താ? അവിടെ ക്യാഷിൽ ഇപ്പോൾ നമ്മൾ 1700 ഉണ്ടാക്കിയ ഒരു ക്യാഷിലാണ്. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യണം. ഞാൻ ജസ്റ്റ് ആ ക്യാഷിൽ ഡ്രോൺ ഷൂട്ട് കാണിച്ചിടാം. 1700 കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു ക്യാഷിലാണ്. അതിപ്പോൾ റീബിൽഡ് ചെയ്തിട്ട് ഡ്രോൺ ഷൂട്ട് കണ്ടിട്ടോ. കണ്ടില്ലേ? ഇനിയിപ്പോൾ നമുക്ക് വണ്ടി റെഡിയാക്കലാണ് നമ്മൾ പ്രയോറിറ്റി എന്ന് പറയുന്നത്. പിന്നെ സമയം ഇപ്പോൾ 7 മണിയാകാനായി. പക്ഷേ ആകാശമൊക്കെ ഉണ്ട്. നിങ്ങൾ ഇപ്പോഴും സൂര്യൻ പോയിട്ടില്ല. 10 മണിയൊക്കെ ആണോ ഇവിടെ സൂര്യൻ അസ്തമിക്കണമെങ്കിൽ. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം. അടിപൊളി അടിപൊളി. എന്താ ബലമാസം എനിക്ക് സ്മെല്ല് വെച്ച് നോക്കുമ്പോൾ ഓയിലല്ല മെയ്ദിനെ ആ ചെറിയൊരു സ്പാൻഡറിങ് എടുത്ത് ഇപ്പം ശരിയാക്കി തരാം. ഇപ്പം ശരിയാക്കി എടുത്തിട്ടോ. മെയ്ദീൻ ഒന്ന് ഉറങ്ങിയെന്നാ ഇപ്പോൾ ഉറങ്ങിയിട്ടാണ് കേട്ടോ. അങ്ങോട്ട് ചാരി പോകണം. ഇങ്ങോട്ടൊന്നോ ഹൈവേ ആണ്, ഹൈ സ്പീഡാണ് വണ്ടി വരുന്നത്. നിങ്ങൾ അങ്ങോട്ട് അടുപ്പിച്ച് അങ്ങോട്ട് അടുപ്പിക്കട്ടോ. ഇപ്പോൾ വണ്ടി ഇപ്പോൾ സൈഡിലുണ്ട്, ഭയങ്കര ഡേഞ്ചർ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ട് അടുപ്പിക്കാൻ പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് നിന്ന് വണ്ടി വരുമ്പോൾ ഈ സൈഡിലൊക്കെ ആകുമ്പോൾ അടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഡോറൊക്കെ തുറന്ന് ഇതിപ്പം സേഫ് സോണായി. എപ്പോഴും വണ്ടി നമ്മൾ ഒരു സ്ഥലത്ത് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ മാക്സിമം അടുപ്പിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടില്ല. ഇത് കണ്ടോ, ഒരു വണ്ടികളും മെല്ലെ പോകുന്നത്, എല്ലാം ഹൈ സ്പീഡ് പോക്ക വിടുന്നു. ബോണറ്റ് ഓർക്കണം ഇപ്പോൾ ഇല്ല. സ്റ്റാർട്ടാക്കിട്ടോ ബ്രോ, സ്റ്റാർട്ടാക്കിട്ടോ. നമുക്ക് നോക്കാം എന്താ അവസ്ഥ നോക്കാമല്ലോ. ഒരാൾ അതിനിടയിൽ സെൽഫി എടുത്തെടുക്കുന്നു, ഫോട്ടോ എടുത്തെടുക്കുന്നു. എല്ലാവരും തുണിയുണ്ടോ ബ്രോ അടുത്ത്? തുണി ഗ്ലൗസ് ഉണ്ടോ? നിങ്ങളെ ഗ്ലൗസ് ഇല്ല ഇതിനുള്ളിൽ ഗ്ലൗസ് ഇല്ല നിങ്ങളെ? അതൊക്കെ എടുത്തു. പോകാറുണ്ട് നല്ല ടച്ച് ചെയ്തപ്പോൾ പോകാറുണ്ട്.
അതെ അതെ പോകുന്നു. അത് പഠിക്കണ്ട. ഈ സംഭവം ഒരു എത്ര പറയാ ഓടിയാണ് നമ്മളിങ്ങനെ ഒരു വടീനെ കൂടെ നന്നാക്കുന്നത്. എങ്ങനെ നന്നാക്കാമെന്ന് നാട്ടിലത്തെ എക്സ്പേർട്സ് ഒക്കെ എൻ്റെ അടുത്ത് കണ്ടുപിടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞാനിപ്പോൾ പഠിച്ച് മനസ്സിലാക്കിയത് താഴെയിലൊരു കുറച്ച് ഓയിൽ ലീക്ക് പോലുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ സാധനം താഴെ ചൂടാകുമ്പോൾ വരുന്ന കേട്ടോ, വേറെ പ്രശ്നമില്ല. വളരെ വിശാലമായ സ്ഥലത്ത് ഞങ്ങളുടെ കാർ ബാക്കിയായിരിക്കുകയാണ് ഗൈസ്. സുന്ദരവും വൈവിധ്യപൂർണവുമായ സ്ഥലമാണ് ഗൈസ്. കൂടിക്കോ ബ്രോ. അപ്പോൾ എന്താ പറയുക, നമ്മളതിന് ചെയ്യാൻ പോകുന്ന അടുത്ത ഏതെങ്കിലും ഒരു എക്സിൽ നിർത്തും. എക്സിൽ നിർത്തിയിട്ട് എക്സ്പേർട്സിനെ വിളിക്കാം കേട്ടോ. കുറച്ച് ഓടിക്കാൻ നമുക്ക് നോക്കാമല്ലോ, മണം വരുന്നതല്ല, കുറച്ച് റണ്ണിങ് ആയിട്ട് മണം വരുന്നത് നോക്കാം. ഓക്കെ, അടുത്ത പ്രാവശ്യം ആവശ്യമില്ല. പോലെ ഉണ്ടോ ശരിക്കും. ഏതായാലും ഇവിടെ വന്നുകൊണ്ട് നമുക്ക് ആ കാശിൽ കാണാൻ പറ്റും, അതിൻ്റെ വലിയ കാര്യം. ഇതിപ്പോൾ നിങ്ങൾ കണ്ടോ, നമ്മൾ ഒരു മെക്കാനിക്കിൽ നോക്കിയിട്ട് പോകാം കേട്ടോ. കാരണം സാധാരണ പോലെ നാട്ടിലത്തെ പോലെ റോഡ് സൈഡിൽ നമുക്ക് ഷോപ്പ് വന്നിട്ടുണ്ടാവില്ല, ബോർഡ് ഉണ്ടാവും. ആ ബോർഡ് കയറിക്കുന്ന ഇതേപോലെ ഉള്ളേര് പോയി എവിടെയെങ്കിലും ആയിട്ടൊരു സർവീസ് ഉണ്ടാവും. എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയല്ല, പച്ചപ്പക്കാരങ്ങളൊക്കെ ആയിട്ട്. ഇപ്പം പ്രത്യേകിച്ച് ഫ്രണ്ടിൽ നിന്ന് അങ്ങനെ പുകയും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. ഇതാണോ ലോക്കൽ സർവീസ് സെൻ്റർ എന്ന് പറഞ്ഞത്? അല്ല, ഇതല്ല. ഇതാണ് ഒരു ഏരിയ കേട്ടോ, വളരെ ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് ഏതായാലും പിന്നെ അത് അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ആ പെട്രോൾ പമ്പിലേക്കാണ് ലൊക്കേഷൻ ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് പുകയൊന്നുമില്ലോ. മണമുണ്ടോ? നോർമൽ മണം. ഇല്ല, ഇപ്പം ക്ലിയർ ആയിട്ടോ, പ്രശ്നമൊന്നുമില്ല, ഇപ്പം നോർമലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും പോവല്ലേ ബ്രോ? സമയം ചോദിച്ചു എത്ര സമയമാണെന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അവർ എന്ന് ചെക്ക് ചെയ്യും. ഇപ്പോൾ ഇതിൽ അവർ വന്നിട്ട് മൊത്തം ഇനീഷ്യൽ ചെക്കപ്പ് എടുത്തു എഞ്ചിൻ്റെ. മറ്റേ ആ മീറ്റർ വെച്ചിട്ടാ മറ്റേ മൊത്തം എഞ്ചിൻ ചെക്കപ്പ് ഇത് വെച്ചിട്ട് കമ്പ്യൂട്ടറില്ലേ, അത് കണക്ട് ചെയ്തിട്ട് പറയും ഡ്രൈവ് ചെയ്യാൻ പറ്റുമില്ല എന്നുള്ളത്. നിങ്ങൾ വിളി, പണിയാണ്ടല്ലോ. ഇതിപ്പോൾ ആ ഒരു ഫാമിലി ഇല്ല, അവർ തന്ന ഫുഡാണ്. നമ്മളിപ്പോൾ അത് ഇവിടെ കഴിക്കാൻ വേണ്ടി തുറക്കുന്ന കേട്ടോ. നോക്ക് നിങ്ങൾ, ഇപ്പോൾ വെച്ചിട്ട് കണ്ണ് കാണില്ല. ഞാൻ ഇവിടെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ചോട്ടുന്നു, അന്നേരം നമുക്ക് ഓർമ്മ വന്നേ. ഇതെന്താ കൊക്കനട്ട് ഓയിൽ, അച്ചാറ്. ഇത് രണ്ടും ആരും തൊട്ട് പോരട്ടോ. ഇത് എൻ്റെ മാത്രം തൈരും അച്ചാറും. ഒരു കുട്ടി തൊട്ട് പോരാ കാശി. എൻ്റെ കണ്ണാണ് അങ്ങനെ ഇത് പോടാർന്ന് തുറക്ക് എല്ലാം തുറക്ക്. ഇതിൻ്റെ ഭാര്യ പോലെ തട്ടിച്ച് കയറ്റല്ലോ. ടിഷ്യൂസ് ഉണ്ട്. എൻ്റെ ഉമ്മ, ഞാൻ ഉമ്മാക്ക് ഒരുപാട് നന്ദി കേട്ടോ. അതായത് ഇത്രയും കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കില്ലേ. അത് ശരിയാ, ഷോർട്ട് ടൈമിൽ ഉണ്ടാക്കില്ലേ, വിടുന്നില്ല. യാ ആശീബ ക്യാമറ പിടിച്ചാ. പ്ലേറ്റ് ഇല്ല കേട്ടോ, പ്ലേറ്റ് വേണ്ട. ചോറ്, സാധാ ചോറുണ്ട്. അറിയുന്നില്ല ചെട്ടിനാടും കുട്ടൻ കറി, അറിയുന്നില്ല. ചിക്കനുണ്ട്. കറി തൈല് താങ്ക് യു കേട്ടോ. ഞാൻ കാണുന്നുണ്ടേ. ഊണ് അടക്കിട്ടിട്ടുണ്ട്. ഭയങ്കര ഫുഡാട്ടോ. എന്തോന്ന് ബ്രോ? ഒരു രക്ഷയില്ല, അടിപൊളി. അശിമാൻ ഒരു രക്ഷയില്ല, അടിപൊളി, സൂപ്പർ. ഞാൻ ഈ പോർഷൻ മൊത്തം കാലിയാക്കട്ടെ. ഓൾറെഡി നല്ല വിശപ്പുണ്ടായിരുന്നു. അടിപൊളി. തിന്നിട്ട് അല്ലെങ്കിൽ ക്യാമറ ഓടിച്ചാൽ ഇവർ തിന്ന് തീർക്കും. അവർ കുറെ നിർബന്ധിച്ചാണ്. ഞങ്ങൾ തിന്ന് ടൈം ലാപ്സ് എടുക്കും. പാക്ക് ചെയ്ത് എന്നാ ഓണാക്കിയിട്ട് ടൈം ലാപ്സ് മതി. ഞങ്ങൾ തിന്നതില്ലേ ടൈം ലാപ്സ് എടുക്കും ഫുള്ള്. ഞാൻ പോയിട്ട് അപ്പോഴത്തേക്ക് തിന്ന് തീർക്കാൻ വേണ്ടി അല്ലേ. ഓടാ. അപ്പോൾ ശരി ഗൈസ്, തിന്നിട്ടാണ് കേട്ടോ. ഞാനതിനെ കഴിച്ചു കഴിഞ്ഞു. കാരണം നല്ല ആക്രാന്തത്തോടു കൂടി നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ലോണം അടിച്ചാൽ കയറ്റി കൊടുത്ത്. പിന്നെ നിങ്ങളാണ് ഇവിടെ കാരവേൻ കണ്ടോ. എൻ്റെ ഒരുപാട് വീഡിയോ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാരവേൻസ് കാണാൻ പറ്റും. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു യു കെയിൽ ഏറ്റവും കൂടുതൽ കാരവേൻസ് ഓടുന്നത് സ്കോട്ട്ലൻഡ് ആയിരിക്കും. റെൻറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് കിട്ടും. ഇവിടെ ആൾക്കാർ പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാരവേനൊക്കെ എടുത്ത് ഫാമിലി ആയിട്ട് അവരിങ്ങനെ ട്രിപ്പ് അടിക്കും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തും. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു ഒരാൾ ബൈക്ക് എടുത്തിട്ട്, ചെറിയ സ്കൂട്ടർ പോലത്തെ ബൈക്ക് എടുത്തിട്ട് കുഞ്ഞ് ടെൻ്റൊക്കെ അടിച്ചിട്ട് തുറക്കുന്നു. ഇതല്ലേ ട്രാവലേഴ്സ് തൊട്ട് ഇവർ ശരിക്കും ഇവിടുത്തെ ഈ നേച്ചർ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. നെക്സ്റ്റ് ഡേ കേട്ടോ. നെക്സ്റ്റ് ഡേ ഒരു ഉച്ച സമയമായി. പിന്നെ ഞങ്ങളിപ്പോൾ ഗ്ലാസ്കോ ആണ്. ഗ്ലാസ്കോ എത്തി. അവിടെ ട്രാവലോഗ് തന്നെ അവിടെ ഞങ്ങൾ റൂം എടുത്തു, അവിടെ സ്റ്റേ ചെയ്തു. ഇപ്പോൾ നമ്മൾ പുറത്ത് ചെറിയ ആവശ്യങ്ങൾക്ക് ഇറങ്ങിയതാണ്. പിന്നെ ഇനി ഞങ്ങൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഇപ്പോൾ പോകുന്ന റോഡുണ്ട്. ഇപ്പോൾ ആ വഴി വന്നതായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ഒന്നും കൂടി തിരിച്ചു പോവുകയാണ്. കാരണം പക്ക നമ്മൾ നാട്ടിലേക്കൂടി പോയ ഫീലാണ്. ഞാൻ കാണിച്ചു തരാം. വണ്ടികളൊക്കെ നല്ല സ്പീഡാട്ടോ.
70 മൈൽസ് ഒക്കെയാണ് സ്പീഡ് വരുന്നത്. നാട്ടിൽ നമ്മൾ പോയ ആ ഒരു ഫീൽ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടോക്കിയാ. നല്ല പക്ക നാട്ടുമ്പുറം പോലെ കാണുമ്പോൾ വീടുകൾ നമുക്ക് എന്താ രസം നോക്കിയാൽ. ഒരു ഇംഗ്ലീഷ് കൾച്ചർ ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞ തന്നെ. പിന്നെ ഇവിടെ റോഡിന് വീതിയൊക്കെ കുറവാണ്. വളരെ ഡീസൻ്റ് ആയിട്ട് എല്ലാവരും പെരുമാറുന്നത്. വണ്ടികളൊക്കെ പോകുമ്പോൾ മാറിക്കൊടുത്ത് വളരെ മാന്യമായ ഡ്രൈവിംഗ് കൾച്ചർ ഉണ്ട് ഇവർ. നിങ്ങൾ എൻ്റെ ബാക്കിൽ നോക്കിയാ ഇനി അല്ലടാ നോക്കിയാൽ നിങ്ങൾ ബാക്കോട്ട് നോക്കിയാൽ ലൊക്കേഷൻ നോക്കിയാൽ എൻ്റെ ഇവിടെ വന്ന വഴിയാണ്. ആ മലയൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നിങ്ങളുടെ പോകുന്ന വഴിയുണ്ടോ? നോക്കിയേ നാടിൻ്റെ ഒരു വ്യത്യാസമില്ല കേട്ടോ. കുറേ ആടുണ്ടെന്നേലും വേറൊന്നുമില്ല. ആ ചെമ്മരിയാണോ? അങ്ങനെ ഏതായാലും രണ്ടുപേരും നമ്മൾ വിട്ട് പോവുകയാണ്. എന്താ പറയുക, നമ്മളെ റാഷിമോനും ഷെറിമോനും. ഞാൻ പറഞ്ഞിരുന്നു വീടിൻ്റെ തുടക്കത്തിൽ സംഭവം റാഷി ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഓനെ അറിയാമല്ലോ ജോലി ചെയ്യാൻ വേണ്ടി വന്നതാണ്. പാവം പഠിക്കണം ജോലി ചെയ്യണം രണ്ടും കൂടി നടക്കുന്നില്ല. ഷെറിമോനാണെങ്കിൽ ഷെറിമോനും ജോബും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും റാഷി ഒരു സിമ്പിളായിട്ട് ചോദിക്കട്ടെ, ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഫീൽ ചെയ്യുന്നത്? എൻ്റെ ഈ ഒരു 10 ദിവസം വളരെ 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 കൂടുതൽ ഫേക്ക് ഫ്രണ്ട്സിനെ തിരിച്ചറിയാൻ പറ്റി. കുറേ ആൾക്കാർ, പിന്നെ കുറേ സപ്പോർട്ടേഴ്സിനെ കിട്ടി, പിന്നെ കട്ട ഫ്രണ്ട്സിനെ തിരിച്ചറിയാൻ പറ്റി, കുറേ ആൾക്കാരെ നമ്മൾ തിരിച്ചറിയാൻ പറ്റി. പിന്നെ നിങ്ങൾ പൊളിയാണിക്കുക, ഒരു രക്ഷയില്ല. കാരണം നമ്മൾ ആൾക്ക് കൊടുക്കേണ്ട പ്രൈവസി കൊടുത്തിട്ട് പെരുമാറിയാൽ ആൾ പൊളിയാണ്. അത് വെറുതെ പറയുന്നല്ല ഞാൻ. പിന്നെ നല്ല വിഷമമുണ്ട്. എന്താ വെച്ചാൽ ഒരാഴ്ച വളരെ പൊളിയായിട്ട് പിന്നെ ബാക്ക് ടു വർക്ക് ബേസ് വർക്ക് എനിക്ക് ഇഷ്ടമാണ് HCA. പിന്നെ ഇൻഷാ അല്ലാഹ് will be a YouTuber soon. എനിക്ക് പറയാനുള്ളത് തന്നെ മല്ലുവിനോട് സ്പെൻഡ് ചെയ്ത എല്ലാ സമയം ഞങ്ങൾക്ക് വളരെ ഹാപ്പി ആയിരുന്നു. ഹി ട്രീറ്റഡ് us like one of his partner or like his friends and we'll miss him. So thank you very much guys. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലബ് ഹൗസിൽ കാര്യം പറഞ്ഞു വെച്ചാൽ വലിയ ആൾക്കാരെ നമ്മൾ വീഡിയോ പിടിച്ചിട്ടിട്ട് വെറുതെ അവരിലൂടെ നമ്മൾ ഹൈപ്പ് എടുക്കാറ്. നമുക്കിത് ഇതേപോലുള്ള ചില മുത്തുമണികളുണ്ടാവും, നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം കിട്ടും. അപ്പം ഇവരൊക്കെ ലൈഫിൽ ഒരു സ്റ്റെപ്പെങ്കിലും മുമ്പോട്ടേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. ഒരു പക്ഷേ എൻ്റെ ചാനൽ വന്നുകൊണ്ട് ചിലപ്പോൾ ഇവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിലേക്ക് കൂടെ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ജോലിപരമായിട്ടല്ല എത്തിയിട്ടുണ്ട്, നല്ല അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്. പിന്നെ കുറേ ആൾക്ക് എത്തിയിട്ടില്ല അക്കൗണ്ട്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, _RA_SSHI എൻ്റെ ഇൻസ്റ്റ ID _RA_SSHI. അതുപോലെ എനിക്ക് പറയാണ്ട് എൻ്റെ നാട്ടിലുള്ള പുലിക്കാട് എല്ലാ ഗൈസും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. അത്താണിയിലുള്ള എല്ലാ ഗൈസിനും സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. എല്ലാവരും കാസർഗോഡും കേരള ഇന്ത്യ. പിന്നെ ഒന്നും കൂടി അധികം കാര്യമൊന്നും വേണ്ട, ലണ്ടൻ വീഡിയോസ് രണ്ടാളും ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും തീർച്ചയായിട്ടും ലണ്ടനിലുള്ള വീഡിയോസ് രണ്ടാളും ജോയിൻ ചെയ്യുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഞാൻ പോയി അൺഫോളോ ചെയ്ത് പോകല്ല, ജോയിൻ ആവും. അപ്പം ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നമ്മളിപ്പോൾ ഉള്ളത് ഗ്ലാസ്ഗോയിലാണ്. ഗ്ലാസ്ഗോ എന്നാണ് ഇവരിപ്പം തിരിച്ചിട്ട് ഫ്ലൈറ്റ് എത്ര മണിക്കാണ്? ഫ്ലൈറ്റ് 11 പറഞ്ഞു. ഓക്കെ, അവരിപ്പോൾ എയർപോർട്ടിൽ അവർ ഡ്രോപ്പ് ചെയ്യണം. പിന്നെ അവിടെ നമ്മൾ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്, അവർ സംസാരിക്കാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ റോഷൻ ബ്രോ ഇവർ ഡ്രോപ്പ് ചെയ്യാൻ പോകും. എല്ലാവരും കാണണം. നാളെ നമ്മൾ കാണാൻ പോകുന്ന ഗ്ലാസ്ഗോയിലെ കാഴ്ചകളാണ്. ഇവിടെ ഒരു ഡിസ്റ്റിലറി ഉണ്ട്, ഈ വിസ്കി ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഡിസ്റ്റിലറി ഉണ്ട്. അപ്പം മദ്യപാനികളെ കട്ടൻ ചായ ഇഷ്ടപ്പെടുന്നവരോടാണ്. 50 വർഷം പഴക്കമുള്ള 23 ലക്ഷം രൂപ വില വരുന്ന ഒരു വിസ്കി ഉണ്ട് അവിടെ. നമുക്ക് അതൊക്കെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യട്ടോ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരും നന്നാവട്ടെ, എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കട്ടെ. അടിപൊളി കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. താങ്ക് യു ഗൈസ്. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.